പതികളിൽ ഉള്ള പൂജകൾ മുടങ്ങിയാൽ ആ കുടുംബം നശിക്കും. പതികൾ പിന്നെ പതികൾ ഉണ്ടായിരുന്ന സ്ഥലം നികത്തി കഴിഞ്ഞിട്ട് വിറ്റ് കഴിഞ്ഞ് നമ്മൾ വാങ്ങിച്ചാലും നമുക്ക് ആ സ്ഥലദോഷം ഉണ്ടായിരിക്കും. ഈ പതികൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഈ ആചാരങ്ങൾ ഓരോരോ ദേവന്മാർ പല രീതിയിലും ആചരിച്ചിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് കൗള സമ്പ്രദായമുണ്ട്. ഒരു കാര്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും, ആത്മാർത്ഥമായി ഏതൊരു കല്ലിനെ ആയാലോ ഒരു എന്തിനെ ആയാലും പ്രാർത്ഥിച്ചാൽ അതിൽ പോസിറ്റീവ് എനർജി വരും, അതിന് പവർ ഉണ്ടായിരിക്കും. ഒരു സ്ഥലം വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം ചിന്തിച്ചിട്ട് വേണം സ്ഥലം വാങ്ങിക്കാൻ. അല്ലാതെ വില കുറച്ച് കിട്ടിയെന്ന് വെച്ചാൽ സ്ഥലം വാങ്ങിക്കരുത്. മന്ത്രവാദം എന്നൊരു ശാഖയുണ്ട്, അഥർവവേദം എന്ന് പറയും. അത് കൂടാതെ തന്നെ നമ്മൾ ആത്മാർത്ഥമായി എന്തിനെ പ്രാർത്ഥിച്ചാലും എന്താഗ്രഹിച്ചാലും പ്രപഞ്ചം നമുക്ക് തരുന്നു. അതാണ് ഇപ്പോഴത്തെ കാലത്ത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ കോമരങ്ങൾ എന്ന് പറയും, അത് ദൈവീക ശക്തി കൂടും. അവർക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് അവരിലേക്കൊരു അതായത് ഒരു സിദ്ധിവാരി വരും. അപ്പോൾ അവർ അത് ദേവി കയറുമ്പോൾ തുള്ളും. പണ്ടൊക്കെ ചോറ്റാനിക്കരെ പോകുമ്പോൾ ഒരു അമ്മയൊക്കെ ഇങ്ങനെ തുള്ളി പറയും ഇന്ന കാര്യം എന്നൊക്കെ പറയും. ഇപ്പം കാണാറില്ല. അപ്പോൾ ആ ദൈവീകത്തിൻ്റെ ശക്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉപാസന കൊണ്ടും നമുക്ക് സിദ്ധികൾ വരികയാണ്. ആ സിദ്ധിയാണ് അവരെ കാണിക്കുന്നത്. പിന്നെ എണ്ണ തിളയ്ക്കുന്ന എണ്ണയൊന്നും അപ്പം അയ്യപ്പ വിളക്കിന് അപ്പം വാരനൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെന്താ? ഇതൊക്കെ ഒരു ദൈവിക ശക്തി കൊണ്ടാണ്, അത് ആ പവിത്രത കൊണ്ടാണ് സാധിക്കുന്നത്. ഈ പതികളൊക്കെ ഇപ്പോഴത്തെ പരിഷ്കാര സമയത്ത് പതികൾ മാറ്റപ്പെടുന്നു. പതികൾ മാറ്റിക്കഴിയുമ്പോൾ തട്ടിക്കളയുമ്പോൾ ആ തലമുറകൾക്ക് പൂർവികമായി ചെയ്ത ദോഷങ്ങൾ ആ പിൻതലമുറകൾക്ക് 7 തലമുറ വരെ അത് അനുഭവിക്കേണ്ടി വരും. ആ സ്ഥലങ്ങൾ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ആ ദോഷം ഉണ്ടാവും. ചില കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് ശാപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ കഴുത്തറുത്ത് കൊല്ലുമായിരുന്നു. അപ്പം അങ്ങനെ പതികളൊക്കെ ആചരിച്ച പതികളൊക്കെ എടുത്ത് ദൂരെ എറിയുമ്പോൾ അതിനുള്ള ശക്തികളെ മാറ്റാതെ, ശക്തികളെ ആവാഹിച്ച് വേറെ ദേവീക്ഷേത്രങ്ങളിലേക്ക് അർപ്പിക്കാതെ വയ്ക്കുമ്പോൾ അവിടെ മുഴുവൻ ആ കുടുംബത്തിന് ദുരിതമായിട്ട് വരുന്നു. സർപ്പത്തിൻ്റെ ആവാഹിച്ച പോലും സർപ്പത്തിൻ്റെ ആ ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ മലിനപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ത്വക്ക് രോഗങ്ങൾ. നമസ്കാരം. ഇപ്പോൾ എല്ലായിടത്തും കേൾക്കുന്നതാണ് ഗുരുതി കഴിക്കുക, ഗുരുതി ചെയ്യുക, പിന്നെ കാമദേവ പൂജ ചെയ്യുക, ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അത് എന്താണ് സത്യം എന്ന് പലരും അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ അറിവിനെ പറ്റി പറയുകയാണെങ്കിൽ പഴയ കാലത്ത് ക്ഷേത്രപ്രവേശനം നിഷേധിച്ചൊരു കാലങ്ങളുണ്ടായിരുന്നു. സവർണർക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പോകൂ, എല്ലാത്തവർക്കും പോകാൻ പാടില്ല എന്നൊക്കെ. അപ്പം നമുക്കൊരു ദൈവാധീനം വേണ്ട. അപ്പം നമ്മൾ എന്തിനാണോ കിട്ടിയ അതിനെ പ്രാർത്ഥിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? ഒരു കല്ല് വെച്ച് പ്രാർത്ഥിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട ദേവനെ, ഭദ്രകാളിയാണ് എല്ലാവരും പ്രാർത്ഥിക്കാറ്. അപ്പോൾ അവരുടെ രീതിയിൽ പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദേവിക്ക് കൊടുക്കും. ഇപ്പോൾ കോഴിയാണെങ്കിൽ കോഴി, മദ്യമാണെങ്കിൽ മദ്യം, അങ്ങനെ ഒരു ആചാരങ്ങൾ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആചാരങ്ങൾ ഇപ്പോൾ പരിഷ്കൃതമായപ്പോൾ ഈ കോഴിവെട്ടമൊക്കെ നിർത്തി എന്ത് ചെയ്തു? ഇതിനെയൊക്കെ മാറ്റി നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് ആചാരത്തിലേക്ക് വന്നു. പക്ഷേ ഈ പതി എന്ന് പറയുന്നത്, ഈ പതികളിൽ ഉള്ള പൂജകൾ മുടങ്ങിയാൽ ആ കുടുംബം നശിക്കും. പതികൾ പിന്നെ പതികൾ ഉണ്ടായിരുന്ന സ്ഥലം നികത്തി കഴിഞ്ഞിട്ട് വിറ്റ് കഴിഞ്ഞ് നമ്മൾ വാങ്ങിച്ചാലും നമുക്ക് ആ സ്ഥലദോഷം ഉണ്ടായിരിക്കും. ഈ പതികൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഈ ആചാരങ്ങൾ ഓരോരോ ദേവന്മാർ പല രീതിയിലും ആചരിച്ചിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ക്ഷേത്രപ്രവേശം വന്ന ശേഷമാണ് ഇതെല്ലാം മാറി എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും എല്ലാവർക്കും വഴിപാടുകൾ കഴിക്കാനും ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തൽക്കാല രക്ഷയ്ക്ക് വേണ്ടി എല്ലാ പൂർവികന്മാരും ആരാധിച്ചിരുന്ന സമ്പ്രദായമാണ് പതികൾ എന്ന് പറയും. ഈ പതികളിൽ ഇങ്ങനെ നമ്മളിത് പ്രാർത്ഥിക്കും. നമ്മൾ ഏതൊരു ദേവനെയായാലും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, നമുക്കൊന്നും അറിയില്ലെങ്കിലും ഒന്നും അറിയാതെ പ്രാർത്ഥിച്ചാലും, ഇപ്പോൾ ഒരു സന്യാസിയുടെ അടുത്ത് ചെന്ന് ഒരാൾ ചോദിച്ചു, പോത്തിന് നോക്കുന്ന ആളാണ്, ചോദിച്ചു എനിക്കും ദീക്ഷ വേണം, എനിക്കും മന്ത്രം പഠിക്കണം. അപ്പോൾ അദ്ദേഹം വലിയ ആളാണ്, ഇദ്ദേഹം ചെറുതായതുകൊണ്ട് എന്ത് പറഞ്ഞു? അഹം ബ്രഹ്മാസ്മീതി പറഞ്ഞു. അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞു ബ്രഹ്മം പോത്തുപോലെ. എന്താ ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ എന്താ ബ്രഹ്മം എന്ന് ചോദിച്ചു. പറഞ്ഞു പോത്തുപോലെ എന്ന് പറഞ്ഞു. ഇയാൾ പോത്തിനെ ഇങ്ങനെ ധ്യാനിച്ച് അവസാനം എന്ത് ചെയ്തു? അയാൾക്ക് മോക്ഷം കിട്ടി. ഈ സന്യാസിക്ക് മോക്ഷം കിട്ടിയില്ല. കാരണം എന്താ? ആത്മാർത്ഥമായി ഏതൊരു കല്ലിനെ ആയാലോ ഒരു എന്തിനെ ആയാലും പ്രാർത്ഥിച്ചാൽ അതിൽ പോസിറ്റീവ് എനർജി വരും, അതിന് പവർ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങൾ. അങ്ങനെയാണ് മന്ത്രവാദം എന്ന് പറയുന്നത്. മന്ത്രവാദം എന്നൊരു ശാഖയുണ്ട്, അഥർവവേദം എന്ന് പറയും. അത് കൂടാതെ തന്നെ നമ്മൾ ആത്മാർത്ഥമായി എന്തിനെ പ്രാർത്ഥിച്ചാലും എന്താഗ്രഹിച്ചാലും പ്രപഞ്ചം നമുക്ക് തരുന്നു. അതാണ് ഇപ്പോഴത്തെ കാലത്ത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഗുരുതികളൊക്കെ നടക്കുന്ന ക്ഷേത്രങ്ങളും ഗുരുതികൾ നടക്കുന്ന പതികളും കുടുംബങ്ങളിലേക്കാണ് സാധാരണ കാണുന്നത്. ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പോഴും. ഇപ്പോൾ കാലിൻ്റെ അടുത്ത് പുളിയാമ്പുള്ളി അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്പൂരിയച്ഛനാണത്. അദ്ദേഹത്തിൻ്റെ അവിടെയും ഇങ്ങനെ കോഴിവെട്ടൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ വൃശ്ചിക മാസം മണ്ഡലക്കാലത്ത് ചെയ്യില്ലായിരുന്നു. മണ്ഡലക്കാലം നിഷിദ്ധ. പിന്നെ ഈ കോമരങ്ങൾ എന്ന് പറയും, അത് ദൈവീക ശക്തി കൂടും. അവർക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് അവരിലേക്കൊരു അതായത് ഒരു സിദ്ധിവാരി വരും. അപ്പോൾ അവർ അത് ദേവി കയറുമ്പോൾ തുള്ളും. പഴനിയിലെ ഈ കാവടിയൊക്കെ തുള്ളുമ്പോൾ നാരങ്ങ തുളച്ച് കവളിൽ വെക്കണം.
പിന്നെ എണ്ണ തിളയ്ക്കുന്ന എണ്ണയെന്നും അപ്പം അയ്യപ്പ വിളക്കിന് അപ്പം വാരനൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെന്താ? ഇതൊക്കെ ഒരു ദൈവിക ശക്തി കൊണ്ടാണ്. അത് ആ പവിത്രത കൊണ്ടാണ് സാധിക്കുന്നത്. കൈകൊണ്ട് അപ്പം തിളച്ച എണ്ണയിൽ നിന്ന് വാരിയെടുക്കുക, ഒരു പ്രശ്നമില്ല. പിന്നെ അതുപോലെ കനലാട്ടം, ദേവീക്ഷേത്രങ്ങളിൽ കനലാട്ടം എന്ന് പറയും. കനൽ കത്തിച്ചിട്ട് അതിന് മുകളിൽ നടന്നു പോവുക. പക്ഷെ അതൊന്നും സംഭവിക്കാത്ത തികച്ച വ്രതം കൊണ്ട്. അതേപോലെ തന്നെ ഈ തൂക്കം ഉണ്ടായിരുന്നു. തൂക്കം എന്ന് പറഞ്ഞാൽ ഇളവൂർ തൂക്കം. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് 41 ദിവസം തടവി പുറത്ത് ആ തോലിന് മയം വരുത്തും. വ്രതത്തോടു കൂടിയാണ്. ആ കൊളുത്തുമ്പോൾ തൂക്കിയിട്ട് അങ്ങനെ ചാടുമ്പോൾ ആടും. അതൊക്കെ ഒരു സമർപ്പണമാണ്. നമ്മൾ സ്വയം സമർപ്പിക്കുകയാണ് നമ്മൾ. അതുപോലെ വ്രതങ്ങൾ നമ്മൾ സ്വയം സമർപ്പിക്കലേ, അത് നമ്മൾ ഉപവാസമൊക്കെ ഇരുന്ന് ഒന്നും കഴിക്കാതെ ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കണം. അതുപോലെ തന്നെ ഒരു സമ്പ്രദായങ്ങളാണ്. ആ സമ്പ്രദായങ്ങൾ നമ്മുടെ അറിവ് അനുസരിച്ചാണ് അവർ ചെയ്തുകൊണ്ടത്. അവർക്ക് അതിനെപ്പറ്റി പാണ്ഡിത്യമോ വിവരമില്ലാത്തതുകൊണ്ട് അവർ ഏതെങ്കിലും സംഭവത്തിന് പ്രാർത്ഥിക്കും. കല്ലാണെങ്കിൽ കല്ലിനെ പ്രാർത്ഥിക്കും. അവർക്ക് ഇഷ്ടമുള്ള സാധനം ഭക്ഷണം കൊടുക്കും. അങ്ങനെ പ്രാർത്ഥിച്ചതാണ് പതികളുണ്ടായതും. ഈ പതികളൊക്കെ ഇപ്പോഴത്തെ പരിഷ്കാര സമയത്ത് പതികൾ മാറ്റപ്പെടുന്നു. പതികൾ മാറ്റിക്കഴിയുമ്പോൾ തട്ടിക്കളയുമ്പോൾ ആ തലമുറകൾക്ക് പൂർവികമായി ചെയ്ത ദോഷങ്ങൾ ആ പിൻതലമുറകൾക്ക് 7 തലമുറ വരെ അത് അനുഭവിക്കേണ്ടി വരും. ആ സ്ഥലങ്ങൾ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ആ ദോഷം ഉണ്ടാവും. കാരണം ആ സ്ഥലത്ത് ഇതിൻ്റേതായ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും. ആ എനർജി നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ സ്ഥലം വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് വളരെയധികം മണ്ണും പരിശോധിക്കണം. അതുപോലെ തന്നെ ആ മണ്ണെടുത്ത് നോക്കി അറിയാം, ശ്മശാന ഭൂമികളാണോ, അതുപോലെ പതികളുള്ള സ്ഥലമാണോ, അവിടെ ദൈവിക സങ്കല്പം ഉണ്ടെന്നൊക്കെ നമുക്ക് കവടി വെച്ച് നോക്കി അറിയാൻ പറ്റും. അങ്ങനെ നോക്കിയ ശേഷം മാത്രമേ സ്ഥലങ്ങൾ വാങ്ങിക്കാവൂ. അല്ലെങ്കിൽ ആ വാങ്ങിക്കുന്നതോടുകൂടി നമ്മൾ മുടിഞ്ഞു പോകും. അപ്പം ഇങ്ങനെ പഴയ ആചാരത്തിലുണ്ടായിരുന്ന പതികളും അതൊക്കെ അങ്ങനെയാണ്. കോമരം, വെളിച്ചപ്പാട് അതൊക്കെ അന്നുണ്ടായിരുന്നതാണ്. വെളിച്ചപ്പാട് തുള്ളി പറയും, കാര്യങ്ങൾ പറയും. പണ്ടൊക്കെ ചോറ്റാനിക്കരെ പോകുമ്പോൾ ഒരു അമ്മയൊക്കെ ഇങ്ങനെ തുള്ളി പറയും, ഇന്ന കാര്യം എന്നൊക്കെ പറയും. ഇപ്പം കാണാറില്ല. അപ്പം ആ ദൈവീകത്തിൻ്റെ ശക്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉപാസന കൊണ്ടും നമുക്ക് സിദ്ധികൾ വരികയാണ്. ആ സിദ്ധിയാണ് അവരെ കാണിക്കുന്നത്. ഈ കോഴിവെട്ട് ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ, അഥവ സമ്പ്രദായങ്ങൾ ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതിന് പണ്ട് കാലങ്ങളിൽ ചില കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് ശാപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ കഴുത്തറുത്ത് കൊല്ലുമായിരുന്നു. അതൊക്കെ തെറ്റായ രീതികളാണ്. ഒരാളെ കൊന്നിട്ടുള്ള പുണ്യം എന്തിനാ അവർക്ക്? ധനമുണ്ടാവാൻ കൊല്ലിനെ കൊല്ലുക. ഇപ്പം നമ്മൾ നാളെ കഥകളെ കേട്ടിട്ടുണ്ട്. ഒരു സ്ത്രീയെ വെട്ടി നുറുക്കി ഇതാക്കിയതിനാ അതൊക്കെ അഥർവ പൂജകളാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതിനൊക്കെ നമ്മൾ എതിർക്കണം. അതൊന്നും ശരിയല്ല. പിന്നെ ഗുരുതി നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ഈ പതിയൊക്കെയുള്ള അടുത്ത് ഗുരുതി നടത്തിയില്ലെങ്കിൽ തൃപ്തി ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ വീത് വയ്ക്കാവുന്ന സമ്പ്രദായമുണ്ട് ചില സ്ഥലങ്ങളിൽ. അതായത് കള്ള്, ഇറച്ചി, ഉണക്കമീൻ ഇതൊക്കെ വെച്ച് വീത് വയ്ക്കുന്ന സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ഐശ്വര്യക്കുറവുണ്ടാവും. അത് നമ്മൾ പൂർവികമായിട്ട് ആചരിച്ച ആചാരങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. അതിപ്പോൾ ഓരോ രീതികളിലും ഓരോ സമ്പ്രദായത്തിലും നമ്മൾ ഏത് സമ്പ്രദായത്തിൽ ഭഗവാനെ വിചാരിച്ചാൽ ദൈവം നമ്മളെ പ്രത്യക്ഷപ്പെടും. അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് അർഹതയുള്ളതാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ. അതാണ് ഇപ്പോൾ പുതിയ ജനറേഷൻ പറയുന്നത് മാനിഫെസ്റ്റേഷൻ, IR5 സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജത്തിനെയാണ് പറയുന്നത്. കാരണം IR5 സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? 5R ആണ്. 5R എന്ന് പറയുമ്പോൾ എന്താണ്? എയർ, ഫയർ, വാട്ടർ, എർത്ത്, എതർ. ഈ 5 കാര്യങ്ങളെ അവർ സായിപ്പന്മാർ പറയുന്നു അത്രേ. അപ്പോൾ നമ്മളുണ്ടാക്കിയിരുന്ന നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പൃഥ്വി, അപ്പ്, വായു, ജലം, ആകാശം, ഈ സംഭവങ്ങളെ പാശ്ചാത്യർ അതിനെ ഇംഗ്ലീഷ് മുകളിൽ പറയുന്നു മാത്രം. അപ്പം ഈ രീതികളെല്ലാം നമ്മൾക്ക് നമ്മുടെ പൂർവികന്മാരുണ്ടാക്കിയ രീതികളാണ്. പഴയ കാലത്ത് അങ്ങനെ അയ്യപ്പൻ അങ്ങനെയൊന്നും ഇല്ല. നമുക്കെന്താ ഈ വായു, ജലം, പൃഥ്വി, ആകാശം ഇതൊക്കെ ഉണ്ടായിരുന്നു. സൂര്യനാണ് പ്രാർത്ഥിച്ചത്. ഏറ്റവും പവർഫുള്ളായ ദേവനാണ് സൂര്യഭഗവാൻ. ആ സൂര്യഭഗവാന്റെ ഊർജം കൊണ്ടാണ് ഇന്ന് ഈ ജീവജാലങ്ങളെല്ലാം തന്നെ ഭൂമിയിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഓരോരുത്തരും ആവർത്തിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ പുളിയാമ്പുള്ളി അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്പൂരിച്ചനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ദൈവാധീനം കുറവൊന്നുമല്ല. കാരണം അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി അന്നത്തെ സമ്പ്രദായം സവർണരുടെ കാലമാണ്. രാജാവ് ചോദിച്ചു, ഇന്ന് തിരുമേനി മദ്യപിച്ച് കിടക്കുകയാണ്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന് എന്താണെന്ന് ചോദിച്ചു. വേഗം അങ്ങേര് പറഞ്ഞു, ഇന്നിപ്പോൾ പൗർണമിയാണല്ലോ എന്ന് പറഞ്ഞു. ശരിക്കും അമാവാസിയാണ്. അപ്പോൾ രാജാവ് വിളിപ്പിച്ച ചോദ്യമൊന്നുമില്ല, കോടതിയൊന്നുമില്ല, പെട്ടെന്നാണ്. അപ്പോൾ ഈ നമ്പൂരച്ചൻ അപ്പോൾ വെളിവ് വന്നു. കാരണം ഇന്നിപ്പോൾ അമാവാസിക്ക് ഞാൻ പൗർണമി എന്നല്ലേ പറഞ്ഞത്. എൻ്റെ ദേവി, ആ ഉപാസന കൊണ്ട് ദേവി എങ്ങനെ വിളിച്ചാലും ദേവി വിളിയേക്കും. ദേവിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേവി എന്താ ചെയ്ത്? കാതിലെ കുണ്ടലങ്ങളിൽ ആകാശത്തേക്ക് എറിഞ്ഞു. അപ്പോൾ എന്തായി? പൗർണമിയായി. അത്ര തീവ്രമായി നമ്മൾ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ ആ ദൈവിക ശക്തിക്ക് ഫലമുണ്ടാവും. അപ്പം അങ്ങനെ പതികളൊക്കെ ആചരിച്ചിരുന്ന പതികളൊക്കെ എടുത്ത് ദൂരെ എറിയുമ്പോൾ അതിനുള്ള ശക്തികളെ മാറ്റാതെ, ശക്തികളെ ആവാഹിച്ച് വേറെ
ദേവീക്ഷേത്രങ്ങളിലേക്ക് അർപ്പിക്കാതെ വയ്ക്കുമ്പോൾ അവിടെ മുഴുവൻ ആ കുടുംബത്തിന് ദുരിതമായിട്ട് വരുന്നു. അപ്പോൾ പരിഷ്കാരികളൊക്കെ എടുത്ത് കളയുമല്ലോ. അതാണ് ഈ കുരുതി കൊടുക്കുന്നതും. അത് വെച്ച് കുരുതി സമ്പ്രദായത്തിനെ പ്രോത്സാഹിപ്പിക്കണം എന്നല്ല പറയുന്നത്. ആ പതികളുള്ള ദേവീശക്തി അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് ആവാഹിച്ചു മാറ്റണം. മാറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ട്. ഇതേപോലെ തന്നെ സർപ്പത്തിൻ്റെ കാര്യങ്ങൾ. സർപ്പങ്ങളെയൊക്കെ ആവാഹിച്ചാലും ചില സർപ്പമൊന്നും പോകില്ല. അപ്പോൾ സർപ്പങ്ങളുടെ സ്ഥലങ്ങൾ, സർപ്പത്തിൻ്റെ ദോഷം ഭയങ്കരമാണ്. സർപ്പത്തിൻ്റെ ആവാഹിച്ച പോലും സർപ്പത്തിൻ്റെ ആ ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ മലിനപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ത്വക്ക് രോഗങ്ങൾ, യൂട്രസിന് അസുഖങ്ങൾ, ഇങ്ങനെയുള്ള പല രോഗങ്ങൾ വരും. അപ്പോൾ നമ്മൾ അവിടെ സർപ്പത്തിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് നോക്കണം. ഒരു സ്ഥലം വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം ചിന്തിച്ചിട്ട് വേണം സ്ഥലം വാങ്ങിക്കാൻ. അല്ലാതെ വില കുറച്ച് കിട്ടിയെന്ന് വെച്ചാൽ സ്ഥലം വാങ്ങിക്കരുത്. പിന്നെ വീടുകൾ, വിൽക്കുന്ന വീടുകൾ വാങ്ങിക്കരുത്. കാരണം അത് അവർക്ക് കടം വന്നിട്ടായിരിക്കും വിൽക്കുന്നത്. അല്ലെങ്കിൽ സാധാരണക്കാർ വിൽക്കില്ലല്ലോ. പിന്നെ പണിത് കൊടുക്കുന്ന വീടുകൾ വിൽക്കാം. അത് നമ്മൾ വളരെ വാസ്തുവൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. ഈ ഗുരുതി സമ്പ്രദായങ്ങൾ നടത്തിയിരുന്ന സ്ഥലങ്ങളൊക്കെ എപ്പോഴും അതൊരു നെഗറ്റീവ് എനർജി സ്ഥലമായിരിക്കും. അതിനൊക്കെ ശുദ്ധീകരിച്ചിട്ട് വേണം എടുക്കുക. അതിനാണ് ഭൂമി പൂജയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ്, അതായത് ഈ കൗള സമ്പ്രദായം ഇപ്പോഴും ഉണ്ട്. കൗള സമ്പ്രദായം ഇപ്പോഴും ആചരിക്കുന്നവർ ധാരാളമുണ്ട്. മലയോര പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് കൗള സമ്പ്രദായമുണ്ട്. ഒരു കാര്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും കോഴിവെട്ട്, കാമപൂജ, ഇങ്ങനെ ഒരുപാട് രത്നപൂജ, കുമാരി പൂജ വലിയ കുഴപ്പമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ശരിയായ രീതിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല എന്തായാലും. അപ്പോൾ ഗുരുതികളൊന്നും വൃശ്ചിക മാസം ഈ മണ്ഡലക്കാലത്ത് ഈ വക ഗുരുതികളൊന്നും ആരും തന്നെ നടത്തില്ല. കാരണം മണ്ഡലം എന്ന് പറഞ്ഞാൽ അയ്യപ്പസ്വാമിയുടെ കാലമാണ്. അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എതിരുള്ള ആളാണ്. അപ്പോൾ ആ മണ്ഡലക്കാലങ്ങളിൽ 41 ദിവസം ഈ വക കാര്യങ്ങളൊന്നും ആരും തന്നെ ചെയ്യാറില്ല എന്നാണ് എൻ്റെ അറിവ്. പിന്നെ കോമരങ്ങളുണ്ട്. വടക്കോട്ടൊക്കെ കോമരം എന്ന് പറയും. ആണും പെണ്ണൊക്കെ കോമരം ഉണ്ടാവും. അതായത് ഈ ശിവൻ്റെ ശക്തി, അതുപോലെ ഭദ്രകാളിയുടെ ശക്തി ഒക്കെ അവരിലേക്ക് ആവശ്യം വരുമ്പോൾ അവർ കോമരമായിട്ട് അവർക്ക് കാണാത്ത കാര്യങ്ങൾ പറയാൻ പറ്റും. ദൂരെ നടക്കുന്ന കാര്യങ്ങളും അവർക്ക് അവിടെ നിന്ന് പറയാൻ പറ്റും. ഇന്ന സംഭവത്തിൽ ഇന്നതൊക്കെ ഉണ്ട്. ഇപ്പോഴൊക്കെ അവരെ ബിസിനസ്സായിട്ട് എടുത്തുകൊണ്ട് അവർക്ക് ഫലം കിട്ടുന്നില്ല. എനിക്കറിയാം, 1-2 കോമരത്തിലൊക്കെ എനിക്കറിയാം. അവരൊക്കെ എന്ത് ചെയ്യും, പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതായിരിക്കും. ഇന്ന് സംഭവിച്ച് ഇന്ന് നടക്കും. പക്ഷേ ഈ പൈസയോട് ആർത്തി വരുമ്പോൾ പറയാൻ കിട്ടില്ല. ദൈവീകത കുറയുമ്പോൾ ഈ കോമരങ്ങൾക്ക് പറയാൻ കിട്ടില്ല. അതാണ് സംഭവം. വെളിച്ചപ്പാടുള്ളത് ഭദ്രകാളിയുടെ ഉപാസകരാണ് ഈ വെളിച്ചപ്പാടായിട്ട് വരുന്നത്. അത് പഴയൊക്കെ ഓരോ വീടുകൾക്ക് ഓരോ വെളിച്ചപ്പാടുണ്ടായിരുന്നു. വെളിച്ചപ്പാടുകൾ ഇപ്പോഴും ഉണ്ട്. വെളിച്ചപ്പാടുകൾ, കോമരങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ പറശ്ശിനിക്കട മുത്തപ്പൻ എന്ന മഹാദേവൻ തന്നെയാണ്. ആ മഹാദേവനും വിഷ്ണുവും കൂടി ചേർന്നാണത്. ആ ഭഗവാനെ വളർത്തിയിരുന്നത് ഒരു താഴ്ന്ന ജാതിയിലുള്ള ആ രീതിയിലാണ് അദ്ദേഹം വളർന്നത്. അതാണ് അവിടെ മദ്യവും കള്ളും പട്ടിയും ഒക്കെ ഉണ്ട്. പട്ടി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ തോഴനാണ്. ഒരു പ്രാവശ്യം ഒരു കാലഘട്ടത്തിൽ ഈ പട്ടികളെ കുട്ടികളെ ഒക്കെ പേടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് മാറ്റിക്കഴിഞ്ഞപ്പോൾ മുത്തപ്പൻ തുടരണം പറ്റണില്ല. കാരണം ഈ പട്ടികളുടെ സാന്നിധ്യമാണ് അവിടെ താല്പര്യമുള്ളത്. അപ്പോൾ അങ്ങനെ പറശ്ശിനിക്കട മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയാണത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. മലയോരങ്ങളിലൊക്കെ ഇപ്പോഴും ഗുരുതിയും എല്ലാം ഉണ്ട്. പണ്ട് മനുഷ്യക്കുരുതിയൊക്കെ ഉണ്ടായിരുന്നു, കാര്യസാധ്യതയുണ്ട്. അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ഇപ്പോഴും മറ്റ് സാധാരണ ഗുരുതിയാണ്. ഇപ്പം നമ്മൾ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഗുരുതി എന്ന് പറയാം, മഞ്ഞളും ചുണ്ണാമ്പും ഒക്കെ ചേർത്ത് ആ ഗുരുതിയാണ് നടത്തുന്നത്. ഇപ്പോൾ ചൊട്ടാനിക്കര ഗുരുതിയുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ സാത്വികമായ രീതിയാണ്. കുമ്പളങ്ങ ഗുരുതി നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. കുമ്പളങ്ങ വെട്ടി മുറിച്ചിട്ട് അതിൽ ഇതൊക്കെ വെച്ചിട്ട് അമാവാസി ദിവസങ്ങളിൽ തമിഴരൊക്കെ എന്ത് ചെയ്യും, അമാവാസി ദിവസം കുമ്പളങ്ങ മുളിച്ചിട്ട് അതിനുള്ളിലത്തെ സാധനം കളഞ്ഞ് അതിൽ എണ്ണ ഒഴിച്ച് തിരി വെച്ച് പുറത്ത് വയ്ക്കും. എന്തിനാ? ദൃഷ്ടിദോഷവും ശത്രുദോഷവും മാറാനായിട്ട്. നമ്മുടെ ഇവിടെ അതില്ല. അങ്ങനെ പല രീതിയിലും ഇതിനെ നമുക്ക് ആചരിക്കുന്നുണ്ട്. വിജയദശമി ദിവസം നോർത്ത് ഇന്ത്യയിലൊക്കെ കുമ്പളങ്ങ വെട്ടി അതിനകത്ത് അരിയും കുങ്കുമൊക്കെ വെച്ച് വയ്ക്കും. നോർത്ത് ഇന്ത്യയിൽ ആടിനെ വെട്ടുന്ന ആൾക്കാരുണ്ട് വിജയദശമിക്ക്. അങ്ങനെ ഓരോ നാടുകളിലെ ഓരോ സമ്പ്രദായത്തിലാണ് പോണത്. ഇതൊക്കെ നമ്മൾ ഏത് രീതിയിലാണോ ആചരിക്കുന്നത് ആ രീതിയിൽ നമ്മളിലേക്ക് ഭഗവാൻ അനുഗ്രഹം ചെയ്യും. ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. കവളമാർഗം എന്ന് പറഞ്ഞാൽ വേദത്തിലാണ് കവളമാർഗം. അതിന് കവളമാർഗം എന്ന് പറയുന്നത് മാത്രം. അഥർവവേദത്തിൽ ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല. അതിനെ വളച്ചൊടിച്ച് ഓരോരുത്തർ ഓരോ രീതിയിൽ ചെയ്യുന്നു മാത്രം. ഇതാണ് നടക്കുന്ന കാര്യങ്ങൾ.